ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ, കപ്പ വേവിച്ചതാണ്. നമുക്കെല്ലാവർക്കും ചോറിൻ്റെ കൂട്ട് തന്നെ പ്രിയപ്പെട്ട ഒരു ആഹാരമാണ് കപ്പ കൊണ്ടുള്ള വിഭവങ്ങളും. ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ഞങ്ങൾ തിരുവല്ലക്കാർ തയ്യാറാക്കുന്ന കപ്പ വേവിച്ചതാണ് കാണിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കിയാലോ. വേവിക്കാനായിട്ട് 2 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. നീളമുള്ള കപ്പയാണെങ്കിൽ ഇതുപോലെ രണ്ടാക്കി മുറിച്ചിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് കത്തി കൊണ്ട് വരഞ്ഞു കൊടുത്തിട്ട് തൊലി ഇതുപോലെ പൊളിച്ചെടുക്കാവുന്നതാണ്. കപ്പ പൊളിക്കാനും കൊത്തിയെടുക്കാനും ഒക്കെ മിക്കവർക്കും അറിയാം. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്നോർത്താണ് കാണിക്കുന്നത്. തൊലി പൊളിച്ച കപ്പയെല്ലാം കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. തൊലി കളഞ്ഞ കപ്പയെടുത്ത് ഇതുപോലെ കത്തി കൊണ്ട് ചെറുതായിട്ട് കുത്തിക്കൊടുക്കണം. ഇങ്ങനെ കുത്തിക്കൊടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു വരും. കപ്പ ഈ രീതിയിൽ കുത്തിക്കൊടുക്കുമ്പോൾ കപ്പയ്ക്കുള്ളിലെ നാര് ഇതുപോലെ പൊട്ടിപ്പോകാതെ കിട്ടും. ഈ നാര് മാറ്റിക്കളയണം. ഇത് കപ്പ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചേർക്കേണ്ടതില്ലേ. ഈ രീതിയിൽ ബാക്കി കപ്പയും കൂടി നമുക്ക് കൊത്തിയെടുക്കാം. കഷ്ണങ്ങളാക്കുന്നതിന് മുമ്പേ കപ്പ കഴുകിയതാണെങ്കിലും ഒന്നും കൂടി കഴുകിയിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കപ്പ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. ഒരു ചരുവത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുകയൊന്നും വേണ്ട. ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. കപ്പയെല്ലാം ഇട്ട് കൊടുത്ത ശേഷം തവിയുണ്ട ഒന്ന് ഇളക്കി കൊടുക്കാം. കപ്പയുടെ മുകളിൽ നിൽക്കുന്നത് പോലെ വെള്ളമുണ്ടായിരിക്കണം. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് കപ്പയിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1/4 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 15 കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാന്താരി ചേർത്ത് കപ്പ വേവിക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിൽ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി. 5 കഷ്ണം ചെറിയ വെളുത്തുള്ളിയും 4-5 കഷ്ണം ചുവന്നുള്ളിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അരഞ്ഞു പോകല്ലേ, അവിയലിനൊക്കെ ചതയ്ക്കുന്ന പോലെയാണ് ചതച്ചെടുക്കേണ്ടത്. തേങ്ങ ഈ രീതിയിലാണ് ചതച്ചെടുക്കേണ്ടത്. ഈ സമയം കൊണ്ട് കപ്പ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി നോക്കാം. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം കപ്പ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്നും കൂടി ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് ഒന്നും കൂടി വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ അടപ്പ് മാറ്റി നോക്കാം. കപ്പ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. കപ്പയിലെ വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റിയെടുത്തുകൊണ്ട് വരാം. വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ ചേർത്ത് കൊടുക്കരുത്. 1-2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോണേ. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർത്ത് കപ്പ വേവിച്ചാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇത് അടച്ചു വെച്ച് 1-2 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ആവി കയറി തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ മാറുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പ് മാറ്റി നോക്കാം. നല്ലവണ്ണം ആവി വന്നിട്ടുണ്ട്. ചേർത്തിരിക്കുന്ന അരപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഇളക്കി കൊടുക്കാം. മടൽ കൊണ്ടുള്ള തുടുപ്പുണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ തവിയുണ്ട ഇളക്കി കൊടുക്കുന്നത്. തുടുപ്പ് വേണമെന്നൊന്നുമില്ല, നല്ല കട്ടിയുള്ള ഒരു തവിയുണ്ട ഇളക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരോടും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നല്ല പുട്ട് പോലെ വേകുന്ന കപ്പയായിരുന്നു. നല്ലവണ്ണം കുഴഞ്ഞും വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലാണോ കപ്പ വേവിക്കാറുള്ളത്? അല്ലെങ്കിൽ ഇനിയും മേടിക്കുമ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കണേ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.